ED എക്സ്ട്രാ ഡീസന്റ് അല്ല, ഇജ്ജാതി ഡാർക്ക് പടം. ആമിർ പള്ളിക്കൽ സംവിധാനം ചെയ്ത് സുരാജ് വെഞ്ഞാറമൂട്, സുധീർ കരമന, വിനയ പ്രസാദ്, ഗ്രേസ് ആന്റണി, ഷ്യാമോഹൻ തുടങ്ങിയവർ അഭിനയിച്ച എക്സ്ട്രാ ഡീസന്റ് അഥവാ ED എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന്. ബിനു എന്ന എക്സ്ട്രാ ഡീസന്റ് ആയ, അങ്ങനെ നാട്ടുകാർ വിളിക്കുന്ന കഥാപാത്രത്തിന്റെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും കഥയാണ് ഈ സിനിമ പറയുന്നത്. ഒറ്റ വാക്കിൽ നല്ല കിടിലം പടം. വളരെ ഡിഫറെന്റ് ആയ, യുണീക്ക് ആയിട്ടുള്ള, മലയാളത്തിൽ അങ്ങനെ വരാത്ത ഒരു ഐറ്റമാണ്. ഈ ഡാർക്ക് കോമഡി എന്ന ജോണറിനോട് നന്നായിട്ട് നീതി പുലർത്തിയ, അത് നന്നായിട്ട് യൂസ് ചെയ്ത ഒരു സിനിമയാണ്. ഒരു മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ എൻഗേജിംഗ് ആയിട്ട് തന്നെ പടം കാണാം. പടത്തിലെ ഒരു മെയിൻ കോൺഫ്ലിക്റ്റ് ഉണ്ട്, അതായത് ഒരു പ്രശ്നം, ഒരു സംഭവം, അത് ഭയങ്കര യുണീക്ക് ആയതുകൊണ്ട് അതുമൂലം ഉണ്ടാകുന്ന കോമഡികളാണ് ഇതിന്റെ സ്ക്രിപ്റ്റിന്റെ ഹൈലൈറ്റ് എന്ന് പറയാം. ആ ഡാർക്ക് കോമഡികളൊക്കെ നന്നായിട്ട് വർക്ക് ആയിട്ടുമുണ്ട്. വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിലെ നായകൻ ബിനു. ഈ എക്സ്ട്രാ ഡീസന്റ് ആയ ബിനുവിൽ നിന്നും എക്സ്ട്രാ മറ്റൊരു സംഭവമായിട്ട് മാറുന്ന ബിനുവിന്റെ യാത്ര, അത് സുരാജ് വെഞ്ഞാറമൂട് അതിഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാം ആ ക്യാരക്ടറിന് എന്തോ ഒരു പ്രശ്നമുണ്ട്. സോ അയാൾ അടുത്തായിട്ട് എന്താണ് ചെയ്യാൻ പോവുക എന്നുള്ള ഒരു ഗസ്സിങ് നമ്മൾ മനസ്സിൽ ഇങ്ങനെ കരുതും. പക്ഷേ പുള്ളി അൺഎക്സ്പെക്റ്റഡ് ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അതൊക്കെ എത്ര മനോഹരമായിട്ടാണ് സുരാജ് ചെയ്തിരിക്കുന്നത്. ഭാവങ്ങളൊക്കെ സഡൻലി ചേഞ്ച് ആവുന്നത് ഭയങ്കര രസകരമായിട്ടാണ് സുരാജ് അവതരിപ്പിച്ചിരിക്കുന്നത്. എനിക്ക് ചിലയിടങ്ങളിലൊക്കെ ജഗതി ചേട്ടനെയൊക്കെ ഓർമ്മ വന്നു. പൊളി പെർഫോമൻസ്. എടുത്ത് പറയേണ്ടത് അച്ഛനും അമ്മയായിട്ട് വന്ന സുധീർ കരമനയുടെയും വിനയ പ്രസാദിന്റെയുമാണ്. സുധീർ കരമനയുടെ അദ്ദേഹത്തിന് വളരെ സേഫ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ ഓഫ് ആക്ടിംഗ് ആണ്, പക്ഷെ ക്യാരക്ടർ ഭയങ്കര രസമാണ്. പുള്ളി അത് നൈസായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. വിനയ പ്രസാദിന്റെ വൺ ഓഫ് ദ ബെസ്റ്റ് റോൾ ആൻഡ് പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളത്. ഇപ്പൊ മണിച്ചിറത്താഴ് അല്ലാതെ വിനയ പ്രസാദിന്റെ ഞാൻ ആദ്യം ഓർക്കുന്ന പടമാണ് മൂക്കില രാജ്യത്ത്. അതിലിങ്ങനെ ഓഫീസ് കഴിഞ്ഞു പോയി എന്ന ആ ഒരു സംഭവമൊക്കെ ഭയങ്കര രസകരമായിട്ട് ചെയ്ത നടിയാണ് പുള്ളിക്കാരി. വീണ്ടും അതുപോലെ തന്നെ നല്ലൊരു കോമഡി റോളിൽ ഒരു അമ്മ ക്യാരക്ടർ, അതും വളരെ അൺകൺവെൻഷണൽ ആയിട്ടുള്ള ഒരു അമ്മ വേഷത്തിൽ പൊളിച്ചടുക്കിയിട്ടുണ്ട് വിനയ പ്രസാദ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ശ്രീജ രവിയുടെ ഡബ്ബിങ്ങും കൊള്ളാം. ബൈ ദ വേ, ഇതിന് ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും പറഞ്ഞ് ഭാഗ്യലക്ഷ്മി ഒരു ഇൻസ്റ്റാ സ്റ്റോറി പണ്ടിട്ടിരുന്നത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ എന്നാ പറ്റിയോ? കോമഡി റോളുകളിൽ ഗ്രേസ് ആന്റണി എപ്പോഴും പൊളിയാണ്, ഇതിലും പതിവ് തെറ്റിച്ചിട്ടില്ല. പ്രേമലുവിന് ശേഷം ഷ്യാമോഹന്റെയും വളരെ രസകരമായിട്ടുള്ള പെർഫോമൻസ് ഈ പടത്തിൽ കാണാം. ഡോക്ടറായിട്ട് വന്ന റാഫിയും ഭയങ്കര രസമുണ്ടായിരുന്നു. വിനീത് തട്ടിലിന്റെ ക്യാരക്ടറും നൈസാണ്. ഷാരോൺ ശ്രീനിവാസ് ആണ് ഇതിന്റെ ക്യാമറ. ഇൻഡോർ ഷോട്ടുകളിൽ ഒരുപാട് ക്ലോസപ്പ് ഷോട്ട്സ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര നൈസായിരുന്നു. പടം ഭയങ്കര കളർഫുൾ ആണ്. വളരെ വൈബ്രന്റ് ആയിട്ടുള്ള കളറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അത് കാണാൻ ഭയങ്കര രസമായിരുന്നു. ശ്രീ സാരംഗിന്റെ എഡിറ്റിംഗും നൈസാണ്. അങ്കിത് മേനോന്റെ പാട്ടുകളും BGM-ഉം പടത്തിന്റെ ഒരു മൂഡ് സെറ്റ് ചെയ്യുന്നതിന് പെർഫെക്റ്റ് ആയിരുന്നു. തന്നന്നം താനന്നം പാട്ടിന്റെ പ്ലേസ്മെന്റും എനിക്ക് ഇഷ്ടപ്പെട്ടു. ആഷിഫ് കക്കോടിയുടേതാണ് പടത്തിന്റെ സ്ക്രിപ്റ്റ്. കഥയിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ ബാക്കിയാവുന്നുണ്ട്. പറഞ്ഞാലത് ചിന്ന സ്പോയിലറായിട്ട് മാറും. സ്റ്റിൽ ഇപ്പൊ കാണുന്ന എല്ലാവർക്കും ഇത് തോന്നും. ബിനു കണ്ടുപിടിച്ച ഒരു കാര്യമുണ്ട് ആദ്യം. അത് ഇത്രയ്ക്ക് സ്ട്രോങ് ആണോ, അതിന് ഇത്ര പേടിക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒരു ചോദ്യമാണ് മെയിൻ. പിന്നെ ബിനുവിന്റെ ക്യാരക്ടറിന്റെ ആ ഒരു മാറ്റമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ മറ്റുള്ള ക്യാരക്ടറുകളുടെ ചേഞ്ച് ഉണ്ടാവുന്നത് അതത്ര കൺവിൻസിംഗ് ആയിട്ട് തോന്നിയില്ല. ഈ പടം കണ്ടിറങ്ങുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു ചേച്ചി ഇത് എന്തൊരു പൊട്ടപ്പടമാണ്, ഇതിന് എത്ര ആളോ എന്ന് ചോദിക്കുന്നത് ഞാൻ കേട്ടു. ഞാനപ്പോൾ ഓർക്കുമായിരുന്നു, എനിക്കാണെങ്കിൽ പടം ഭയങ്കരമായിട്ട് വർക്കായി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പൊളിപ്പടം എന്ന് ഞാൻ റിവ്യൂവിൽ പറയണമെന്ന് ഓർത്തുകൊണ്ട് ഞാൻ വരികയാണ്. അപ്പോഴാണ് പുള്ളിക്കാരി പൊട്ടപ്പടം എന്ന് പറയുന്നത്. സോ മിക്കവാറും ആളുകൾക്ക് ഒന്നുകിൽ ഇത് പൊളിയായിട്ടും അല്ലെങ്കിൽ പൊട്ടപ്പടമായിട്ടും തോന്നാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ചിലർക്ക് ശരിയാകും, ചിലർക്ക് വർക്കാവില്ല. അത് ആ ഒരു ജോണറിന്റെ പ്രത്യേകതയാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പൊ ഡാർക്ക് കോമഡി പടങ്ങൾ മലയാളത്തിൽ അല്ലെങ്കിലും അങ്ങനെ ക്ലച്ച് പിടിക്കാറില്ല. ഇപ്പൊ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ് നല്ല കിടിലം പടമായിരുന്നു, പക്ഷെ തിയേറ്ററിൽ അത് വേണ്ട വിജയം നേടിയില്ല. ആ ഒരു അവസ്ഥ ഈ പടത്തിന് വരുമോ എന്നൊരു പേടിയുണ്ട്. എന്തായാലും ഈ ക്രിസ്മസിന് ഇറങ്ങിയ 3 മലയാള പടങ്ങളും കിടിലമായിരുന്നു. ഇപ്പൊ 3 ടൈപ്പാണ്, മികച്ച പടങ്ങളുമാണ്. സോ ചുരുക്കത്തിൽ വളരെ ഡീസന്റ് ആയിട്ടുള്ള, എക്സ്ട്രാ ഡീസന്റ് ആയിട്ടുള്ള, ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഡാർക്ക് കോമഡി ഫിലിമാണിത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് വർക്കായി. നിങ്ങൾ ഈ പടം തിയേറ്ററിൽ കണ്ടിട്ടുള്ളവരാണ്, നിങ്ങളുടെ അഭിപ്രായം കൂടി കമന്റിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ ശരി.